ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ തുള്ളി ചാടാൻ തോന്നി. ഗോൾഡൻ പ്ലേ ബട്ടൺ ആണെന്ന് മനസ്സിലായി. 1 മില്യനൊക്കെ ആവുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമാണത്. പക്ഷേ അത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമാകുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. സൈത്തേട്ടൻ ഓഫീസിലാണുള്ളത്. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോളും ഞാനും മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ എനിക്കുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇത് ഇപ്പം ഉള്ള ഒരു സംഭവമല്ല കേട്ടോ. പണ്ട് മുതലേ ഉള്ളൊരു സൂക്കേടാണ്. വീട്ടിൽ ആദ്യമായിട്ട് TV വാങ്ങിക്കുന്ന സമയത്ത് അത് TV വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കുള്ള സന്തോഷം കൊണ്ട് ഫുള്ള് ക്ലീൻ ആക്കുന്നു, മാറാല തട്ടുന്നു, കട്ടിലിനടിയൊക്കെ വൃത്തിയാക്കുന്നു. എന്തിനാണെന്നറിയില്ല. TV വെക്കുന്നത് സിറ്റിംഗ് റൂമിൽ മാത്രമാണ്, പക്ഷേ ക്ലീനിങ് മൊത്തത്തിൽ നടത്തുക. ആദ്യമായിട്ട് ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ അങ്ങനെയാണ്. 80s ഉള്ള കിഡ്സിൻ്റെ ചിലപ്പോൾ ഒരു പക്ഷേ അറിയാൻ പറ്റുമായിരിക്കും ഈ ഒരു സന്തോഷം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർ ജനിക്കുമ്പോൾ തന്നെ അവരുടെ വീട്ടിൽ TVയും ഫ്രിഡ്ജും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കങ്ങനെയല്ലല്ലോ, നമുക്കതൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വന്ന അതിഥികളാണ്. ആദ്യമായിട്ട് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം ഒരു വേറെ തന്നെയില്ല. അതുപോലെ ഫോൺ വന്ന സമയത്ത് ലാൻഡ് ഫോണൊക്കെ വീട്ടിലേക്ക് വന്നില്ല. അന്ന് മൊബൈലൊന്നും ഇല്ല. നമുക്ക് ഇവിടെ ഇരുന്ന് എത്രയോ ദൂരെ ഇരിക്കുന്നവരെ നമുക്ക് ഫോണിൽ സംസാരിക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. നമുക്ക് STD ബൂത്തിലൊക്കെ ആയിരുന്നു പോയി വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതൊരു സന്തോഷമല്ലേ. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ തന്നെ ക്ലീനിങ് എനിക്ക് മാത്രമുള്ള അസുഖമാണോ എന്നറിയില്ല. നിങ്ങളാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനുണ്ടോ ഇതിനകത്ത് നോക്കട്ടെ. ഞാൻ എന്നെ കാണുന്നുണ്ടോ? യെസ്. ഹായ് ഗൈസ്. അപ്പോൾ അതാ കൊറിയർ വന്നിട്ടുണ്ട്, പോയി വാങ്ങിക്കാം. അപ്പോൾ ഞാൻ സൈത്തേട്ടൻ വന്നു, നമുക്കിനി ഓപ്പൺ ചെയ്യാം. ഇല്ലല്ലോ, കണ്ണട വെക്കട്ടെ, കാണുന്നില്ല. റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ, യുവർ 100th or your 1000. യൂട്യൂബിൻ്റെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയ കാർഡ് ഉണ്ടായിരുന്നു. ഓക്കെ. അയ്യോ, ഓക്കെ. നമ്മൾ കവർ അഴിക്കുകയാണേ. അടിപൊളി. എന്നാണെന്ന് റിഫ്ലക്ഷനിൽ കാണുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ വന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു 100 സബ്സ്ക്രൈബർ ആയപ്പോൾ ഉണ്ടായിരുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അല്ലേ, ആദ്യം 100 സബ്സ്ക്രൈബർ ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ 1000 സബ്സ്ക്രൈബർ 1000 ആയപ്പോൾ പിന്നെ ഒരു 50,000 ആയപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1 lakh ആയി. നമ്മുടെ ഫസ്റ്റ് വൈറൽ റെസിപ്പി ചിക്കൻ പെരട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കേക്കുകളൊക്കെ അങ്ങ് കയറി. അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് നല്ല ഇതിൽ റീച്ചിലെത്തിയത്. മില്യനൊക്കെ കടന്നു പോയത്. അത് കഴിഞ്ഞ് പിന്നെ 1 lakh സബ്സ്ക്രൈബറായി, സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു കയറ്റമായിരുന്നു കേട്ടോ. ശരിക്കെല്ലാം ഒരു 9 lakh വരെ അങ്ങ് ഇടിച്ചങ്ങ് കയറിപ്പോയി. 9 lakh കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങ് സ്റ്റോപ്പായി. പതുക്കെയായിരുന്നു. അപ്പോൾ ആ 9 lakh 1 മില്യണിലേക്ക് എത്താൻ കുറച്ച് കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വന്നു. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. ഇത്രയും എത്തിയല്ലോ. 1 മില്യൺ ആവാൻ ഈ ഗോൾഡൻ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടാനുള്ള കാരണം നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതിങ്ങനെ വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു 1 മില്യണിലേക്ക് എത്തിയത്. ശരിക്കും നമ്മൾ എത്രയോ വീഡിയോസ് കാണുന്നു, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയല്ലോ. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. 1 മില്യൺ, 2 മില്യണിലേക്ക് എത്തണം, 3 മില്യണിലേക്ക് എത്തണം, 10 മില്യൺ. അതെ, ഇച്ചിരി ഒരു അഹങ്കാരമാണ്, എന്നാലും സാരമില്ല. അടുത്ത ഡൈമണ്ട് പ്ലേ ബട്ടൺ എത്തണം. അത്
വേഗം എത്തട്ടെ. എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം അതെപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം, ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഉണ്ടാകുന്നറിയാം, എപ്പോഴും എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് ഇനിയും തുടർന്ന് തന്നെ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ 1 lakh സബ്സ്ക്രൈബർ ആയപ്പോൾ കിട്ടിയത്. ശരിക്കും എന്തുകൊണ്ടും ആദ്യമായിട്ട് കിട്ടിയത് കൊണ്ട് ഇത് പ്രിയപ്പെട്ടത് തന്നെയാണ്. എന്നാലും ഇത് നല്ല വ്യത്യാസമുണ്ട് സൈസ് തമ്മിൽ. ഞാൻ ഇത് കിട്ടിയപ്പോൾ വിചാരിച്ചു ഇത് ഭയങ്കര വലുതാണ്, പക്ഷെ ഇത് കിട്ടിയപ്പോൾ അതിനെക്കാട്ടി. പിന്നെ ഞങ്ങൾ ഈ പ്ലേ ബട്ടൺസ് എവിടെ വെക്കണം എന്നൊക്കെ ഉള്ള തെരച്ചിലായിരുന്നു. സിൽവർ പ്ലേ ബട്ടൺ എവിടെയും തൂക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ടി വിയുടെ അടിയിൽ ഇങ്ങനെ വെറുതെ ചാരി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഗോൾഡൻ പ്ലേ ബട്ടണും കൂടെ വന്നപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കാമെന്നൊക്കെ വെച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കാം. അവസാനം ഈ ഒരു പൊസിഷനിൽ തീരുമാനിച്ചു, ഫൈനലൈസ് ചെയ്തു. ഈ ഒരു കൊച്ചു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടെടുത്ത വീഡിയോ ആണ്. ഈ ഒരു സന്തോഷത്തിന് എന്നെപ്പോലെ തന്നെ നിങ്ങളും അവകാശികളാണ്. കാരണം അത്രയധികം സ്നേഹവും സപ്പോർട്ടും തരുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും. ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.